യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഈ വർഷത്തിന്റെ 5ാം മാസത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 4 മാസക്കാലവും ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. വരാൻ വരുന്ന എല്ലാ ആപത്തനർത്ഥങ്ങളൊക്കെ വിടുവിച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായി, ദൈവത്തിന്റെ കരുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ മാസം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയെത്തിര. മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതി നമ്മുടെ വിടുതൽ മറ്റുള്ള എല്ലാവരും കാണത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിര. വിശ്വാസത്തോടെ ആയിരിക്കുക. സ്തോത്ര. ചില വിഷയം കൊണ്ട് നടുവേ ഇനി പുറത്തു വരികയില്ല എന്ന് പറയുമ്പോഴും എല്ലാവരും കാണുക, എല്ലാവരും വിസ്മയിക്കത്തക്ക രീതി ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. അതിനായി ദൈവം നിങ്ങൾക്കായി ബലവും ശക്തിയും നൽകും. ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് ചിലരെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. നിസ്സഹായതയുടെ നടുവിലാണോ ആയിരിക്കുന്നത്? നിങ്ങളുടെ വിടുതലിനായി, നിങ്ങളുടെ എഴുന്നേൽപ്പിനായി ദൈവം നിങ്ങളുടെ അടുക്കൽ ചിലരെ എത്തിക്കും. സ്തോത്രം. ചിലപ്പോൾ രോഗത്തിന്റെ മധ്യത്തിൽ, ചില പ്രയാസങ്ങളുടെ മധ്യത്തെ ഇനി ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ഈ വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല, ഈ രോഗാനുഭവത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ല എന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ ഒരേ രീതി നിരാശപ്പെട്ടു പോകുമ്പോൾ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ വിഷയത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കേണ്ടതിനായിട്ട് ദൈവം ചിലരെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരാം. നിങ്ങൾ ഇതുവരെയും കാണാത്ത ചിലരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. നിരാശകൾ മറക്കത്തക്ക രീതിയിൽ, ഭാരങ്ങൾ മാറത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. മർക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായം അതിന് 1 മുതലുള്ള തിരുവചന ഭാഗത്ത് നോക്കുമ്പോൾ യേശു കർത്താവ് പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന ഭാഗം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രകാരം കടന്നു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 4 പേർ ചേർന്ന് യേശുവിന്റെ അടുക്കൽ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ്. യേശു കർത്താവ് ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭാഗത്തിന്റെ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നു, ചില ദിവസം കഴിഞ്ഞ ശേഷം യേശു പിന്നെ കവർന്നഹൂമിൽ ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി പടരുവാനായിട്ട് ഇടയായി തീർന്നു. ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് അവിടെ ഉണ്ടെന്നുള്ള ശ്രുതി പടരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ വാതിക്കൽ പോലും ഇരിക്കുവാൻ ഇടമില്ലാതെ വണ്ണം അനേകം പേർ അവിടെ കൂടി വരുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ അടുക്കൽ കടന്നു വരുമ്പോ നിരാശകൾ മാറും, രോഗങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും, ബുദ്ധിമുട്ടുകൾ മാറുമെന്ന് മനസ്സിലായിട്ട് അനേകം പേർ യേശു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകെട്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന ഒരു കൂട്ടം പേർ അവിടെ ഉണ്ട്. സ്തോത്ര. അതിന്റെ നടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്തോത്രം. അപ്പൊ അവിടെ കൊണ്ടുവന്ന മനുഷ്യൻ സാധാരണ ഒരു രോഗം അനുഭവിക്കുന്ന വ്യക്തിയല്ല, പക്ഷപാതത്താലായിരിക്കുന്ന മനുഷ്യനാണ്, കിടക്കയിലായിരിക്കുന്ന മനുഷ്യനാണ്, പ്രതീക്ഷകൾ അസ്തമിച്ച മനുഷ്യനാണ്. ഇനി അതിനകത്തൊന്ന് പുറത്തു വരുവാൻ കഴിയ
കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം മറ്റൊരാളുടെ പരസഹായം കൂടാതെ ആ വ്യക്തിക്ക് ചലിക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോഴാണ് അവിടെ കാണുവാൻ സാധിക്കുന്നു ആ മനുഷ്യന്റെ അടുക്കിലേക്ക് 4 ആൾക്കാരെ എന്റെ സ്വർഗത്തിലെ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിസ്സഹായതയുടെ നടുവിൽ നിൽക്കുമ്പോ, പ്രതീക്ഷകൾ മങ്ങി തുടങ്ങുമ്പോ, ഇനി ഞങ്ങളെ ആരും വിടുവിപ്പാൻ ഇല്ല എന്ന് പറയുമ്പോഴും ദൈവം ചിലതിനെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയത്തില്ല. ദൈവം നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതിന് വളരെയധികം പ്രത്യേകതയുണ്ട്. സ്തോത്ര. സാധാരണ ഉള്ളവരെ ആയിരിക്കില്ല ദൈവം എത്തിക്കുന്നത്, കർത്താവിന്റെ മനസ്സുള്ളവരെ. ഹല്ലേലൂയ. കർത്താവിന്റെ മനസ്സെന്താ? ആരെയും വിടുവിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ആയിരുന്നു ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ മനസ്സുള്ളവരെ കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയത്തിരും. ഈ 4 പേരെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് അത്. സ്തോത്രം. ഒരു പ്രതീക്ഷയും അവർക്കില്ലാതെ, അല്ലെങ്കിൽ യാതൊരു പ്രതിഫലവും അവര് ഇച്ഛിക്കാതെ ആണ്. സ്തോത്രം. കാരണം ഈ പശുവാദത്ത കിടക്കുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചിട്ടോ, ഈ മനുഷ്യന് സൗഖ്യം ലഭിച്ചിട്ടോ ഇവർക്കൊന്നും നേടുവാനായിട്ടില്ല. പക്ഷെ അതല്ല, ഈ മനുഷ്യനെ കണ്ട് മനസ്സറിയുന്ന അവർ ഈ മനുഷ്യനെ കണ്ട് എങ്ങനെയും യേശുവിന്റെ അടുക്കൽ കൊണ്ട് എത്തിക്കണം, ഈ മനുഷ്യനൊരു സൗഖ്യം വേണമെന്ന് നിസ്വാർത്ഥമായ സ്നേഹത്തിന് ഉടമയായിരിക്കുന്ന 4 പേരെയാണ് യേശു അവരുടെ അടുക്കൽ എത്തിക്കുവാനായിട്ട് ഇടയാത്തുന്നത്. പ്രിയ ദൈവ പൈതൽ, ഈ പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കർത്താവിന്റെ മനസ്സുള്ളവരായിട്ട്, യാതൊന്നും ആഗ്രഹിക്കാതെ നിന്നെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ തയ്യാറായിട്ട് ഉറപ്പോടെ നിൽക്കുന്നവർ ആയിരിക്കണം. കർത്താവ് നിങ്ങൾ അടുക്കൽ കൊണ്ടുവരുന്നവരെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പകുതി വഴി വച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നവരായിരിക്കില്ല. എന്തെല്ലാം പ്രതികൂലങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും മുമ്പിൽ കടന്നു വന്നാല് അതിനെയൊക്കെയും തരണം ചെയ്തിട്ട് ആ വിഷയത്തെ കർത്താവിന്റെ അടുക്കൽ എത്തിക്കുന്നത് വരെയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ആയിരിക്കും. സ്തോത്രം. പകുതി വഴി വച്ച് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ഞാൻ ഇവിടം വരെ എത്തിച്ചല്ലോ, ഇനി വേണമെങ്കിൽ വിടുതൽ പ്രാപിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നവർ ആയിരിക്കത്തില്ല. കർത്താവിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന പേരെ കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റുള്ള നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ അവസ്ഥയിൽ നിന്ന് സ്തോത്രം എഴുന്നേൽപ്പാൻ അധികാരമുള്ളവന്റെ അടുക്കലേക്ക് എത്ര കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ടിരുത്തിയിട്ട് പോകുന്നവരല്ല കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവിന്റെ അടുക്കൽ. കാരണം അതിൽ നിന്ന് എഴുന്നേൽപ്പാൻ അധികാരമുള്ളവന്റെ അടുക്കൽ അത്രേ ആ മനുഷ്യനെ അവർ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയാത്തുന്ന മറ്റൊരു പ്രത്യേകത അവര് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവരുടെ 4 പേരുടെ ഒരുപോലെയുള്ള ഒരു വിശ്വാസം. സ്തോത്രം. അവർ ക്ഷീണിച്ചു പോകുന്നില്ല, അവർ തളർന്നു പോകുന്നില്ല. ഈ മനുഷ്യനെ എങ്ങനെയും യേശുവിന്റെ അടുക്കൽ എത്തിച്ചു കഴിഞ്ഞാൽ യേശു ഈ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുമെന്നുള്ള ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം സ്തോത്രം മനുഷ്യർ നമ്മെ സഹായിക്കുവാനായിട്ട് കടന്നു വന്ന അവർ പ്രതിബന്ധങ്ങൾ കാണുമ്പോ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ, ദിവസങ്ങൾ കഴിയുമ്പോ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇനി ഇവിടെ ഇരിക്കട്ടെ, കുറച്ചുനാൾ കഴിയുമ്പോൾ അവർ മനസ്സും മടുത്തു പോകും, അവർ ക്ഷീണിച്ചു പോകും. പ്രതിസന്ധികൾ കടന്നു വരുമ്പോ അവർ തളർന്ന് ഇനി ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ പലയിടത്തും ആക്കിയിട്ട് കടന്നു പോകാം. പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളുടെ അടുക്കൽ ചിലരെ എത്തിക്കുവാനായിട്ട് ഇടയത്തീർന്ന പകുതി വഴി വച്ച് ഉപേക്ഷിച്ചിട്ട് പോകല, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയത്തീര. അവരുടെ ജീവിതത്തിൽ വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഉടലെടുക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെയുള്ള ചിലതിനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ സ്തോത്രം മെയ് മാസത്തെ നിങ്ങൾ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിക്കേണ്ടതിനായിട്ട് ദൈവം നിങ്ങളുടെ അടുക്കൽ ചിലരെ എത്തിക്കും. യാതൊന്നും ആഗ്രഹിക്കാതെ, യാതൊന്നും പ്രതീക്ഷിക്കാത്ത വിശ്വാസത്തോടെ നിൽക്കുന്ന, പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് നിങ്ങളെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന, നിങ്ങളെ ഒരു വിടുതൽ വേണമെന്ന് മാത്രം ഇച്ഛിക്കുന്ന ചിലരെ കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിസ്സഹായതയുടെ നടുവിലാണോ? ആരും ഞങ്ങളെ സഹായിപ്പാനില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന പ്രയാസഘട്ടത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവപൈതലെ, എല്ലാം തീർന്നു പോകുക, ദൈവ
ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ എഴുന്നേൽപ്പിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന്, അപ്പൊ 4 പേർ എന്ത് ചെയ്യുന്നു? അവര് ചുമക്കുകയാണ്. ഒരു ആളിനെ കൊണ്ട് കഴിയത്തില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 4 പേരിൽ ഒരാൾ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചുമന്നുകൊണ്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ കഴിയില്ല. അവരുടെ ഉള്ളിലുള്ള ഒരു ഐക്യതയുള്ള ഒരു വിശ്വാസം, ഇതാ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിന്റെ പ്രത്യേകത. സ്തോത്രം. അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തിയെല്ലാം ഒരു മനസ്സോടെ ഉള്ളതായിരിക്കും. ഏക മനസ്സുള്ളവരായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഏക മനസ്സുള്ളവരായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഏതു പ്രശ്നത്തിന്റെ നടുവിൽ പതറിപ്പോകാത്തവർ ആയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ മനസ്സുകൾക്ക് ഒരു സ്വാർത്ഥത ഉണ്ടാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുന്ന 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമക്കിയ. ഹല്ലേലൂയ. അവൻ ചുമന്നുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവിടെ കൂടെ എത്തിക്കുമ്പോഴും അവർക്ക് എന്ത് ചെയ്യുന്നു? മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. യേശുവിന്റെ അടുക്കൽ എത്തിക്കുവാൻ കഴിയുന്നില്ല. ഭവനത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നു? ഭവനത്തിനകത്തും മുഴുവൻ പുരുഷാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം. പുരുഷാര നിമിത്തം അവനോട് സമീപിക്കുക കൂടാഞ്ഞാൽ അവരിരുന്ന സ്ഥലത്തിന്റെ മേൽപ്പൂര പൊളിച്ചു തുറന്നു എന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവരവിടെ ക്ഷീണിച്ചു പോയില്ല, അവർ തളർന്നു പോയില്ല. ഇനി ഇവിടെ ഇരുത്തി യേശു കർത്താവ് പുറത്തു വരുമ്പോ ഈ മനുഷ്യനെ കണ്ട് സൗഖ്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വാതിക്കൽ ഇരുത്തിയിട്ട് പോയില്ല, അകത്തുകൊണ്ട് എത്തിച്ചു. സ്തോത്രം. പ്രിയ ദൈവപൈതരെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. അങ്ങനെയുള്ള ചിലതിനെ, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ചിലതിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. സ്തോത്രം. തളർന്നു കിടക്കുന്ന അനുഭവത്തിലായിരിക്കാം, മനസ്സുകൊണ്ട് വേദനിക്കുന്ന അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മേൽപ്പൂര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കിയോ കൂടി ഇറക്കി വച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ മുമ്പാകെ അവർ ചുമന്നുകൊണ്ട് ഒരേ വിശ്വാസത്തോടു കൂടി ഒരേ പ്രതീക്ഷയോടു കൂടി ചുവട് വച്ച 4 പേർ യേശുവിന്റെ മുമ്പാകെ ആ വിഷയത്തെ ഇറക്കി വച്ചു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ പലരോടും നിന്റെ വിഷയത്തെ ഷെയർ ചെയ്ത് കാണുമായിരിക്കാം. പലരും കണ്ട് കാണാതെ പോകുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിശ്വാസത്തെ യഥാർത്ഥമായി ചുമന്ന് കർത്താവിന്റെ അടുക്കൽ ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന ചിലതിനെ കർത്താവ് നിന്റെ കൂടാരത്തിനകത്തേക്ക് അയക്കുവാനായിട്ട് ഇടയത്തില്ല, നിന്റെ ഭവനത്തിനകത്തേക്ക് അയക്കുവാനായിട്ട് ഇടയത്തില്ല. നീ വിശ്വസ്തനെന്ന് വിചാരിച്ച് പലരോടും നിന്റെ വിഷയങ്ങളെ ഷെയർ ചെയ്ത് കാണുമായിരിക്കാം, പലരോടും നിന്റെ വിഷയങ്ങളെ പങ്കുവച്ച് കാണും. പക്ഷേ പകുതി വഴി വെച്ച് ഉപേക്ഷിച്ചു പോകുമ്പോ ഇനി ഞങ്ങൾക്കൊരു വിടുതലില്ല എന്ന് പറയുമ്പോ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, വിശ്വസ്തയോടെ നിൽക്കുന്ന നിന്റെ വിഷയത്തെ യഥാർത്ഥമായി കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നത് വരെയോ ഇറക്കി വയ്ക്കുന്ന ചിലതിനെ ഹല്ലേലൂയ മനുഷ്യരുടെ മുമ്പാകെ ഇറക്കി വയ്ക്കുകയല്ല, പുറത്തുകൊണ്ട് ഇറക്കി വച്ചിട്ട് പ്രതിസന്ധി എന്ന് പറഞ്ഞ് മാറിപ്പോക്കുകയല്ല. സ്തോത്ര. നിന്റെ വിഷയത്തെ യഥാർത്ഥമായിട്ട് ഇറക്കി വയ്ക്കേണ്ടവന്റെ മുമ്പിൽ കൊണ്ട് ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന ചിലതിനെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നിനക്കൊരു വിടുതലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിടുതന്റെ സമയമത്രേ. എല്ലാം തീർന്നു പോകുവാൻ, എല്ലാം അവസാനിച്ചു പോകുവാൻ ദൈവം ഇടയാക്കത്തില്ല. സ്തോത്രം. ആ വിഷയത്തെ അവർ എന്ത് ചെയ്തു? യേശുവിന്റെ മുമ്പിൽ ഇറക്കി വച്ചു. ഹല്ലേലൂയ. മേൽപ്പൂര പൊളിച്ചു. അവർ ചിലത് വില കൊടുക്കുവാൻ തയ്യാറായി. സ്തോത്രം. നിന്റെ വിടുതന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാകുന്നവരെ ദൈവം നിന്റെ അടുക്കൽ കൊണ്ട് എത്തിക്കും. വിശ്വസ്തയോടെ നിൽക്കുന്ന ചിലതിനെ കർത്താവ് നിന്റെ അടുക്കൽ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവർ കർത്താവിന്റെ മനസ്സുള്ളവരായിരിക്കും, കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ളവരായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം കേട്ട് വരുന്നവരായിരിക്കും. ഹല്ലേലൂയ.
ദൈവത്തിന് മഹത്വം. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവര് പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോട് കൂടി ഇറക്കി വച്ചു. ഹല്ലേലൂയ. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 4 പേരുടെ വിശ്വാസത്തെ കണ്ടിട്ട് യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന്. സ്തോത്രം. ആ മനുഷ്യനെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ വിശ്വാസം, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസമുള്ള ചിലതിനെ നിന്നെ കർത്താവിന്റെ അടുക്കൽ എത്തിച്ചു കഴിഞ്ഞാ, നിന്റെ വിഷയത്തെ കർത്താവിന്റെ അടുക്കൽ കൊണ്ട് ഇറക്കി വച്ച് കഴിഞ്ഞാ, നമുക്കറിയാം പലരും നമ്മുടെ പല വിഷയങ്ങൾ കണ്ടിട്ട് പലരുടെ മുമ്പാകെ ഇറക്കി വയ്ക്കാറുണ്ട്, വേദനകൾ വർദ്ധിക്കത്തക്ക രീതി. പക്ഷേ ഈ 4 പേരുടെ വിശ്വാസവും അവരുടെ എന്ത് ചെയ്യുന്നു, കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തെ കാണുവാൻ സാധിക്കുന്നു. അവരുടെ ഒരു വിശ്വസ്തത കാണുവാൻ സാധിക്കുന്നു. അവർ എവിടെയെങ്കിലും ഇറക്കി വെച്ചിട്ട് പോകുകയല്ല, യേശുവിന്റെ അടുക്കൽ. ഹല്ലേലൂയ. ആ വിഷയത്തെ ചുമന്നുകൊണ്ട് ഇറക്കി വച്ചു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിലതിനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. ഈ 5-ാം മാസത്തിന്റെ വിടുതലായിട്ട് 4 മാസം കഴിഞ്ഞു, ഇനി ഈ വിഷയത്തിനകത്തില്ല, ഒരു വിടുതലില്ല എന്ന് പറയുമ്പോഴും ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ മാസം വിശ്വസ്തയോടെ നിൽക്കുന്ന, വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന ചിലതിനെ കർത്താവ് നിന്റെ അടുക്കിലേക്ക് അയക്കുവാനായിട്ടിടയത്തിനും, നിന്റെ വിടുതലിനു വേണ്ടി, നിങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി, നിങ്ങളുടെ എഴുന്നേൽപ്പിനു വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, അവരുടെ വിശ്വാസം കണ്ടിട്ട്, ചിലരുടെ വിശ്വാസം കണ്ടിട്ട്, പ്രിയ ദൈവ പൈതലേ, നിന്റെ ഭവനത്തിനകത്ത് ചില വിടുതൽ നടക്കാൻ പോകിയ, നിങ്ങളുടെ തലമുറയുടെ അകത്ത് ചില വിടുതൽ നടക്കാൻ പോകിയ, ആർക്കും വിടുവിപ്പാൻ കഴിയത്തില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, സ്തോത്രം, ചിലർ ഇത് കണ്ടിട്ട് കർത്താവിന്റെ അടുക്ക് നിന്റെ വിഷയത്തെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു വിടുതൽ ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെ ചില വിഷയത്തെ ഏറ്റെടുക്കുവാനായിട്ട് നിന്റെ ഭവനങ്ങളിലേക്ക് കർത്താവ് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെയുള്ള വിശ്വാസമുള്ള ചിലതിനെ, ഉറപ്പിച്ചു നിർത്തുന്ന ചിലതിനെ, ഹല്ലേലൂയ, കർത്താവ് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ അവരെ കൊണ്ടെത്തിച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതിന്റെ പിന്നെ നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 11-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നു, അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ എന്ത് ചെയ്തു? കിടക്കയെടുത്ത് നടക്കുവാൻ പറഞ്ഞു. സ്തോത്രം. കിടക്കയോട് കൂടിയാണല്ലോ വിഷയത്തെ ഇറക്കി വച്ചത്. യേശു പറഞ്ഞ ഒരു കാര്യം വിട്ട്, പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക. ഒരിക്കലും എഴുന്നേൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യനാ. പക്ഷെ അവൻ എന്ത് ചെയ്തു? കർത്താവ് എഴുന്നേൽപ്പിച്ചു. ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നീ വീട്ടിലേക്ക് പോ. ചുമന്നു കൊണ്ടുവന്ന ഒരു വിഷയമാ, പക്ഷെ തിരിച്ച് നടന്നു പോകത്തക്ക രീതിയിൽ ദൈവം ചേഞ്ച് ചെയ്തു. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ചുമന്നുകൊണ്ടായിരിക്കും നീ കടന്നു വന്നത്. ആ വിഷയത്തെ നീ എടുത്തുകൊണ്ട് നടക്കത്തക്ക രീതിയിൽ ആ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി, ഹല്ലേലൂയ, നിന്നെ ചുമക്കുവാനല്ല, പക്ഷെ നീ ആ കിടക്കെ ചുമക്കത്തക്ക രീതിയെ, ആ വിഷയത്തെ എടുത്തുകൊണ്ട് നടക്കത്തക്ക രീതിയെ ദൈവം ചിലതിനെ ചേഞ്ച് ചെയ്യിക്കുവാനായിട്ട് ഇടയായി തീരും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയ ദൈവ പൈതലെ, കടന്നു പോയപ്പോ വേദനിച്ച കടന്നു പോയത്, പ്രതീക്ഷകൾ വീണ്ടും നഷ്ടപ്പെടുന്ന അനുഭവത്തിലാ കടന്നു പോയത്. പക്ഷേ നീ തിരിച്ചു മടങ്ങിപ്പോകുന്നത്, ഞാൻ പറയട്ടെ, സ്തോത്രം, നീ സന്തോഷത്തോടെ ആയിരിക്കും കടന്നു പോകുന്നത്, ഒരു വിടുതലോട് കൂടിയായിരിക്കും കടന്നു പോകുന്നത്. നിരാശകൾക്ക് സ്ഥാനമില്ലാതെ വേണ, ഹല്ലേലൂയ, ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ആ മനുഷ്യൻ അവിടെ കാണുവാൻ സാധിക്കുന്നു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണുകയെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ 3 കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉടനെ അവൻ എഴുന്നേറ്റു. സ്തോത്രം. നാളുകൾ കഴിഞ്ഞിട്ട് എഴുന്നേറ്റു എന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്നു. ഉടനെ എഴുന്നേറ്റു. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിന്റെ വിഷയത്തെ
കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് കാണുമായിരിക്കാം. പക്ഷെ ഉടനെ അതിനകത്ത് ചില വിടുതലുകൾ, ഉടനെ അതിനകത്തുനിന്ന് ഒരു എഴുന്നേൽപ്പ് യേശുവിന്റെ നാമത്തിൽ. ഇനി ഒരിക്കലും ഈ വിഷയത്തിനകത്തൊന്നും ഒരു എഴുന്നേൽപ്പില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലെ, ഈ പൽക്കാലം വിശ്വസിക്ക. നിന്റെ വിഷയത്തിനകത്ത് നിന്ന്, നിന്റെ നിരാശയുടെ നടുവിൽ നിന്ന്, നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ഉടനെ ഒരു എഴുന്നേൽപ്പ് ഉണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ 5-ാം മാസം ചില വിഷയത്തിന്റെ നടുവിൽ നിന്ന് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുക. ഉടനെ അത് സംഭവിക്കാം. ഉടനെ ചില വിടുതലുകൾ, ഉടനെ ചില സൗഖ്യങ്ങൾ, ഉടനെ ചില അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, ഉടനെ ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങൾ ഭാരപ്പെട്ട, നിങ്ങളെ നിരാശപ്പെട്ട വിഷയത്തിനകത്ത് ചലിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു അല്ലേ? ഇനി ഇതിനകത്ത് ഒതുങ്ങിപ്പോകുമെന്ന് ചിന്തിച്ച മനുഷ്യനാ, ഇവിടെ കൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിച്ച വ്യക്തിയാണ്. പ്രിയ ദൈവമക്കളെ, പ്രതീക്ഷകൾ മങ്ങി തുടങ്ങുമ്പോഴും അതിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി, അതിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്തു. ഹല്ലേലൂയ. ഒരു പശുവധക്കാരനാണ്, അത്രയും ദിവസം കിടന്ന വ്യക്തിയാണ്. ആ കിടക്കയെ എടുക്കത്തക്ക രീതിയിലുള്ള ആരോഗ്യത്തെ അവന്റെ മേൽ പകർന്നു. സ്തോത്രം. ഒരു സൗഖ്യം മാത്രമല്ല, ആരോഗ്യത്തെ കൊടുക്കുന്ന ദൈവം, ബലത്തെ കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം നീ ഒരു വിഷയത്തെ ചുമന്ന് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ആ വിഷയം ചുമന്ന് നീ തിരിച്ചു മടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ ചുംബിച്ചു കൊണ്ടായിരിക്കും നീ കർത്താവിന്റെ അടുക്കൽ വരുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, തിരിച്ചു കടന്നു പോകുന്നത് നീ വിഷയത്തെ എടുത്തുകൊണ്ടായിരിക്കും. ഹല്ലേലൂയ. ചുമക്കുന്ന അനുഭവത്തെ ദൈവം മാറ്റിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും അവിടെ കാണുവാൻ സാധിക്കുന്നു, കിടക്കയെടുത്തു. ഹല്ലേലൂയ. നിന്നെ ചുമന്നു കൊണ്ടുവന്ന അനുഭവത്തെ ദൈവം അങ്ങ് മാറ്റും. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യാം. എല്ലാവരും കാണുകയെ പുറപ്പെട്ടു. സ്തോത്രം. നിന്റെ വിടുതൽ എല്ലാവരും കാണും. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിനകത്ത് നടക്കാൻ പോകുന്ന വിടുതൽ എല്ലാവരും കാണും. ഹല്ലേലൂയ. നീ രോഗാവസ്ഥയിലായത് അറിഞ്ഞവർ കാണുമായിരിക്കാം. ഇതോടെ നീ തീരുമെന്ന് പറഞ്ഞവർ കാണുമായിരിക്കാം. നിന്നെ ചുമന്ന് കൊണ്ടുവരുന്നവർ കണ്ടപ്പോ പരിഹസിച്ചവർ കാണുമായിരിക്കാം. ഇവർക്ക് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടാണോ ഈ വിഷയത്തെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്? മെഡിക്കൽ റിപ്പോർട്ട് കളഞ്ഞ വിഷയമല്ലേ? ലോകം എഴുതിത്തള്ളിയ വിഷയമല്ലേ? എന്തിനാ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് രഹസ്യമായി പരസ്യമായി നിന്ന് പെറുപെറുക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, സ്തോത്രം, എല്ലാവരും കാണിക്ക ഒരു വിടുതൽ. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ദൈവ പൈതാലേ, നിരാശപ്പെട്ടു പോകണ്ട, പ്രതീക്ഷ കൈവിടണ്ട. ഹല്ലേലൂയ. പ്രത്യാശ നീ മുറുകെ പിടിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും കാണിക്കേ നീ ചില വിഷയത്തിനകത്ത് നീ എഴുന്നേൽക്കാൻ പോകുക. എല്ലാവരും കാണിക്ക നിന്റെ വിഷയത്തിനകത്ത് ഒരു വിടുതൽ നടക്കാൻ പോകുക. നിന്റെ വിടുതൽ ഒരു അത്ഭുതമായി തീരും. ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, ഇവിടെ കൊണ്ട് തീരുമെന്ന് പറഞ്ഞവരൊക്കെയാ കാണിക്ക നീ പുറപ്പെടാൻ പോകുക. നിന്നെ ചുമന്നുകൊണ്ട് വന്നവർ കണ്ടവർ കാണുമായിരിക്കാം. പക്ഷേ നീ തിരിച്ചു മടങ്ങിപ്പോകുന്നത്, നീ സൗഖ്യത്തോടെ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും കാണാൻ പോകുക. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഒത്തിരി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. എല്ലാവരും കാണുകയും പുറപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി എല്ലാവരും കാണുകയെ. ഹല്ലേലൂയ. എല്ലാവരും കാണുകയെ. നിന്റെ വിഷയത്തെ നീ ചുമന്നു കൊണ്ട് വന്നുവെങ്കില എല്ലാവരും കാണുകയെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്തൊരു അത്ഭുത പ്രവൃത്തി. ഹല്ലേലൂയ. നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ചില വിഷയങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. തളർന്നു കിടക്കുന്ന വ്യക്തിയാണോ? നിരാശപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണോ? ഈ പകൽക്കാലം പറയട്ടെ, ആ വിഷയത്തിനകത്തുനിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. പ്രിയ ദൈവ പൈതലെ, നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. സ്തോത്ര. നിന്നെ എഴുന്നേൽപ്പിക്കുന്ന മാസമത്ര. ഹല്ലേലൂയ. നിന്നെ അതിനകത്ത് കിടത്തിക്കളയുവാൻ നോക്കിയവർ കാണുമായിരിക്കാം. പക്ഷേ നിന്റെ പ്രതീക്ഷകൾ മങ്ങി തുടങ്ങുമ്പോഴും ഞാൻ പറയട്ടെ, നിന്റെ എഴുന്നേൽപ്പിന് വേണ്ടി ദൈവം നിന്റെ അടുക്കൽ ചിലരെ എത്തിക്കും. ഹല്ലേലൂയ.
കർത്താവ് നിന്റെ അടുക്കൽ എത്തിക്കുന്നവ, കർത്താവിന്റെ അടുക്കൽ നിന്റെ വിഷയത്തെ എത്തിക്കുമ്പോ പിന്നെ ആരുടെ സഹായമില്ലാതെ വേണ നീ എല്ലാരും കാണെ പുറപ്പെടും. നിന്റെ വിടുതൽ എല്ലാരും കാണാൻ പോകിയ, നിന്റെ കുടുംബത്തിന്റെ വിടുതൽ എല്ലാരും കാണാൻ പോകിയ. ഹല്ലേലൂയ. അവർ കാണുക മാത്രമല്ല, അവർ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഹല്ലേലൂയ. ചിലരൊക്കെ വിസ്മയിക്കും. കാരണം എന്താ? ഈ മനുഷ്യൻ ഇവിടെ കൊണ്ട് തീരുമെന്ന് പറഞ്ഞതാ. പക്ഷെ അവന്റെ സൗഖ്യം, അവന്റെ എഴുന്നേൽപ്പ് എല്ലാവരും കാണുവാൻ ഇടയായി തീർന്നപ്പോ ഒരു വിസ്മയിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകിയ. ഹല്ലേലൂയ. മറ്റുള്ളൊരു വിസ്മയിക്കത്തക്ക രീതിയിൽ യേശുവിന്റെ നാമത്തിൽ പ്രിയ ദൈവ പൈതലെ വിശ്വസിക്കുക. ഈ മെയ് മാസത്തിനകത്ത് മറ്റുള്ളൊരു വിസ്മയിക്കത്തക്ക രീതിയിൽ, ഓ ജീസസ്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിനക്കൊരു വിടുതൽ നടക്കാൻ പോകുക. നിന്റെ വിഷയം ഇനി എഴുന്നേൽക്കത്തില്ല, നിന്റെ വിഷയത്തിനകത്ത് ഇനി ഒരു വിടുതലില്ല എന്ന് പറയുമ്പോ എല്ലാവരും കാണുക ഒരു വിടുതൽ. ഹല്ലേലൂയ. മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതി ഇതെങ്ങനെ സംഭവിച്ചു? ഹല്ലേലൂയ. അവരുടെ ബുദ്ധികൾക്കപ്പുറമായിട്ട്, അവരുടെ ചിന്തകൾക്കപ്പുറമായിട്ട്, അവരുടെ നിലവുകൾക്കപ്പുറമായിട്ട് എന്റെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. എല്ലാവരും വിസ്മയിച്ചു. അപ്പൊ എല്ലാവരും കണ്ടു ഈ മനുഷ്യന്റെ സൗഖ്യം, ഇവൻ എഴുന്നേൽക്കുന്നത്. സ്തോത്രം. മറ്റൊന്ന്, എല്ലാവരും വിസ്മയിച്ചു. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആരും ഇതുവരെയും കാണാത്ത ഒരു ദൈവപ്രവൃത്തി. പ്രിയ ദൈവ പൈതലേ, ഈ മെയ് മാസത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കുമെന്ന് വിശ്വസിക്കാമോ? ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല. നിന്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് ആരുടെയും ജീവിതത്തിൽ വെളിപ്പെടാത്ത ഒരു ദൈവപ്രവൃത്തി, ആരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടാത്ത ഒരു ദൈവപ്രവൃത്തി, ആരും കാണാത്ത ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. സ്തോത്രം. രക്തത്താ ജയമെടുക്കുന്നു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ലാത്ത, അതേ സ്തോത്രം, ആരും ഒരു നാളും കാണാത്ത ഒരു ദൈവപ്രവൃത്തിയെ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. നിങ്ങളുടെ സ്തോത്രം തലമുറയുടെ വിഷയത്തിനകത്ത്, നിങ്ങളായിരിക്കുന്ന ഈ മേഖലയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയ ദൈവ പൈതലേ, ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി, ഹല്ലേലൂയ, ഒരു എഴുന്നേൽപ്പ്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗത്തിൽ ദൈവം ചെയ്യാൻ പോകുക. ഇവിടെ രണ്ട് കാര്യമാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു കൂട്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, 4 പേരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ ഈ 4 പേരിൽ ഒരാളായിട്ട് നമുക്ക് തീരുവാനായിട്ട് കഴിയും. രോഗത്തിൽ കിടക്കുന്നവരുണ്ട്, പ്രയാസത്തിൽ കിടക്കുന്നവരുണ്ട്, അന്ധകാര മണ്ഡലത്തിൽ കിടക്കുന്നവരുണ്ട്. അവരെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ദൗത്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. സ്തോത്ര. നീ മറ്റൊന്നും പ്രതീക്ഷിക്കാതവണ നീ ചിലരെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്ന പ്രിയ ദൈവ പൈതലേ, നീ ചെയ്ത വിഷയത്തിന്റെ മുഖമുദ്രമായിട്ട് നീ ചുമന്ന് കർത്താവിന്റെ അടുക്കൽ വിശ്വസ്തയോടെ ഇറക്കി വയ്ക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആരിൽ കൂടി വെളിപ്പെടാത്ത, ആരും കാണാത്തതായിട്ടുള്ള ഒരു ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. നിന്നിൽ കൂടി ഒരു ദൈവ പ്രവൃത്തി, ഹല്ലേലൂയ, ആ 4 പേരിൽ ഒരുവനായിട്ട് നമുക്ക് തീരുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ എവിടെയും കൊണ്ട് ഇറക്കി വയ്ക്കുകയല്ല. പ്രതിബന്ധങ്ങളെ നോക്കാതെ, മറ്റുള്ളവർ പരിഹസിച്ചെന്നിരിക്കാം, മറ്റുള്ളവർ കളിയാക്കിയെന്നിരിക്കാം, പക്ഷെ ചുമക്കേണ്ടത് പോലെ ചുമന്ന് പ്രതിബന്ധങ്ങളെ നോക്കാതെ വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന, വിശ്വാസത്തോടു കൂടി ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി, ഒരു വിശ്വാസത്തിന്റെ ഉടമയാക്കി നമ്മളേക്ക് മാറുവാനായിട്ട് കഴിയും. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മെ കൂടി ചില ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയത്തിലും. മറ്റൊരു ഭാഗം ഈ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, നിസ്സഹായതയുടെ നടുവിലാണോ ആയിരിക്കുന്നത്? ആരും നിങ്ങളെ സഹായിപ്പാനില്ല എന്നുള്ള അനുഭവത്തിലാണോ? ഇനി ഇതിനകത്തൊന്നും പുറത്തു വരികയില്ല, ഈ റൂമിനകത്ത് തന്നെ ഒതുങ്ങുമെന്ന് ചിന്തിച്ച പക്ഷവാതക്കാരന കിടക്കയെടുത്ത് നടക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്ക, ഈ മാസം, സ്തോത്രം, നിന്നെ ഒതുക്കി
ഒതുക്കിയ ചില മേഖലയ്ക്കകത്തുനിന്ന്, നിന്നെ കിടത്തിക്കളഞ്ഞ ചില വിഷയം കൂടെ അകത്തുനിന്ന്, നീ ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്ന് ലോകം പറഞ്ഞ ചില വിഷയത്തിനകത്തുനിന്ന് നീ എഴുന്നേൽക്കാൻ പോകിയ സ്തോത്ര. നിന്റെ അടുക്കിലേക്ക് സ്തോത്ര വിശ്വാസത്തോട് കൂടിയ ചിലരെ കർത്താവ് എത്തിക്കാൻ പോകിയ സ്തോത്ര. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോകിയ, മറ്റുള്ളവർ കണ്ട് വിസ്മയിക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവർ കാണെ നീ പുറപ്പെടത്തക്ക രീതി ഹല്ലേലൂയ ഒരു എഴുന്നേൽപ്പ് നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഒരു നാളും ആരും കാണാത്ത ചിലത്, ഒരു നാളും ആരും കാണാത്ത ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുന്ന മാസമത്രേ ഈ മാസം. വിശ്വസിക്കുക സ്തോത്രം. ആരുടെ ജീവിതത്തിൽ കാണാത്ത, മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിൽ ഒരു അപൂർവ കാര്യം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടത്തിര. നിരാശകൾ വിട്ടുകളയുക സ്തോത്ര. 4 മാസം എന്തായിരുന്നു അതിനെ ഓർക്കേണ്ട സ്തോത്ര. ഈ 5-ാം മാസം ഹല്ലേലൂയ 4 മാസം നീ ഒറ്റയ്ക്ക് നിന്റെ വിഷയത്തെ ചുമന്ന് കാണുമായിരിക്കാം. ആ വിഷയത്തിനകത്ത് നീ ഒതുങ്ങിപ്പോയി കാണുമായിരിക്കാം. ആ വിഷയം നിന്നെ ഒതുക്കി കളഞ്ഞു കാണുമായിരിക്കാം. പക്ഷെ ഈ 5-ാം മാസത്തിൽ ഞാൻ പറയട്ടെ പ്രിയ ദൈവ പൈതലേ, ആ വിഷയത്തിനകത്ത് നിന്ന് നീ എഴുന്നേൽക്കാൻ പോകിയ സ്തോത്ര. ആ വിഷയത്തിനകത്ത് നീ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ അത് എല്ലാവരും കാണുവാനായിട്ട് ഇടയത്തിര, എല്ലാവരും വിസ്മയിക്കുവാനായിട്ട് ഇടയത്തിര. ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകിയ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വിശ്വസിക്കുക ദൈവ പൈതലേ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാം. നിസ്സഹായതയുടെ നടുവിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? ആരും ഞങ്ങളെ സഹായിപ്പാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവത്തിലാണോ? എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നീ എടുത്തു മാറ്റുകയല്ല. നിങ്ങളുടെ വിടുതലിന് വേണ്ടി, നിങ്ങളുടെ വിടുതൽ കൂടി ദൈവനാമം മഹത്വപ്പെടേണ്ടതിനായിട്ട് സ്തോത്ര. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ആ പശുവധക്കാരനായ മനുഷ്യൻ അവിടെ കിടന്നു കഴിഞ്ഞ് കർത്താവ് സൗഖ്യമാക്കി ആരും അറിയില്ല. പക്ഷേ അവിടെ പുരുഷാരം കൂടിയിരുന്നിടത്ത സ്തോത്രം ഹല്ലേലൂയ ആ മനുഷ്യനെ കൊണ്ട് ഇറക്കി വച്ചത്, ആ മനുഷ്യന്റെ എഴുന്നേൽപ്പ എല്ലാവരും കാണുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ ദൈവ പൈതലേ, നിന്നെ ഒതുക്കിയ ഇടത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ട്. എനിക്കറിയില്ല, പരിശുദ്ധാത്മ ഈ പൽക്കാലം പറയാൻ പറയുന്ന സ്തോത്ര. നിന്നെ ഒതുക്കിയ മേഖലയ്ക്കകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നിന്റെ വിടുതൽ ഒരിടത്ത് ഒതുങ്ങുവാനായിട്ടുള്ള അല്ല. നിന്റെ വിടുതൽ എന്ന് പറയുന്നത് പലരും കാണുവാന്, കേൾക്കുവാനും വിസ്മയിക്കുവാന്, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തക്ക രീതിയിലാ ദൈവം ചിലത് നിനക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. നീ കിടന്നത് റൂമിനകത്തായിരിക്കാം, നിന്റെ പ്രശ്നം നിന്റെ ഭവനത്തിനകത്തായിരിക്കാം, പക്ഷേ നിന്റെ വിടുതൽ എല്ലാവരും കാണണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി ഹല്ലേലൂയ ഈ മെയ് മാസത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക, വിശ്വസിക്കുക. എന്റെ ദൈവം അതങ്ങ് ചെയ്യുവാൻ വിശ്വസ്തനത്രേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട്, നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ മറ്റുള്ളവർക്ക് വിസ്മയിക്കത്തക്ക രീതിയിലായിരിക്കും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തത്തക്ക രീതിയിലായിരിക്കും. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. സ്തോത്രം. ഇതുവരെ നിങ്ങൾ കാണാത്തവരെ നിങ്ങളുടെ അടുക്കിലേക്ക് കർത്താവ് ഈ പകൽക്കാലം എത്തിക്കുവാനായിട്ടിടയത്തിരും. ആര് കർത്താവ് എന്നെ ഞങ്ങളെ സഹായിക്കും? ഈ വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരുവാനെന്ന് ചിന്തിക്കുന്നില്ലേ? പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന്റെ മനസ്സുള്ള ചിലതിനെ കർത്താവ് നിങ്ങൾ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ടിടയത്തിര. കർത്താവിന്റെ ഹൃദയത്തിനകത്ത് എന്താണ് ആയിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ചുവട് വയ്ക്കുന്ന ചിലതിനെ കർത്താവ് നിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ടിടയത്തിര. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിസ്സഹായതയുടെ നടുവിലാണോ കടന്നു പോകുന്നത്? വേദനയും പ്രയാസങ്ങളും അനുഭവിച്ച് ഇതിനകത്ത് ഞാൻ ഒതുങ്ങിപ്പോയല്ലോ കർത്താവേ എന്ന് പുറത്തു നോക്കുവാൻ കഴിയാത്തവണ, പുറം ലോകം എന്തെന്നറിയുവാൻ കഴിയാത്തവണ നീ ഒരു റൂമിനകത്ത് ഒതുങ്ങിക്കഴിയുമ്പോ, വിഷയം നിന്നെ ഒതുക്കി കഴിയുമ്പോ, പ്രിയ ദൈവ പൈതലേ, നിന്റെ വിഷയത്തിനകത്ത് നീ ഒതുങ്ങിപ്പോകേണ്ടല്ല. നിന്റെ വിഷയവുമായിട്ട് കർത്താവ് പുറത്തു കൊണ്ടുവരാ. പുറത്തു കൊണ്ടുവന്നിട്ടാ കർത്താവ് നിന്റെ മേൽ ഒരു വിടുതൽ തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തെ നിന്നെ ഒതുക്കിയ ചില മേഖലയ്ക്കകത്തുനിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ കിടത്തിക്കളഞ്ഞ, ഹല്ലേലൂയ, നിന്നെ നിരാശപ്പെടുത്തിക്കളഞ്ഞ ചില അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.
രക്തത്താൽ ജയമെടുക്കുന്നു. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി മറ്റുള്ളവർ നിന്ദിച്ച് കാണുമായിരിക്കാം, മറ്റുള്ളവർ പരിഹസിച്ച് കാണുമായിരിക്കാം നിന്റെ അനുഭവം കണ്ടുകൊണ്ട്. പക്ഷേ നിന്റെ സാഹചര്യങ്ങളെ മാറത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തിയെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. നിസ്സഹായതയുടെ നടുവിലാണോ കടന്നു പോകുന്നത്, ദൈവം നിങ്ങളുടെ അടുക്കൽ ചിലരെ എത്തിക്കും. ഹല്ലേലൂയ. വിശ്വസ്തയോടെ നിൽക്കുന്ന, വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന, യാതൊന്നും ആഗ്രഹിക്കാതെ നിന്റെ വിടുതൽ മാത്രം പ്രതീക്ഷിക്കുന്ന ചിലതിനെ കർത്താവ് നിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ടിടയത്തിനും അവർ നിന്റെ വിടുതലിനായിട്ട് മുൻപിൽ നിൽക്കുവാനായിട്ടിടയത്തിനും അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. അത് അനേകം പേർക്ക് ഒരു വിടുതലിന് കാരണമായി തീരും. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം, നിരാശകൾ മാറട്ടെ. ഹല്ലേലൂയ. നിനക്ക് ആരുമില്ലെന്നുള്ള ചിന്തകൾ മാറട്ടെ. ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള മനസ്സിനകത്ത് കടന്നു വന്ന ചില വേദനകൾ ഈ പകൽക്കാലം മാറട്ടെ. എന്റെ യേശു കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് നിന്നെ കൈവിട്ട് കളയില്ല. യേശു കർത്താവ് നിന്നെ ഉപേക്ഷിച്ച് കളയില്ല. നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവർ നിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ടിടയത്തിനും അവർ നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്നെ ഒതുക്കിയ മേഖലയ്ക്കകത്തുനിന്ന്, നിന്റെ ഒതുക്കിയ ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിനകത്തുനിന്ന് ഒരു എഴുന്നേൽപ്പ് നിനക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ കർത്താവിനെ വിശ്വസിക്കുക. ഈ പകൽക്കാലം സ്തോത്രം, നിരാശപ്പെട്ടു പോകണ്ട. നിങ്ങളുടെ വിടുതലിനായി യേശു കർത്താവ് ചിലരെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ടിടയത്തിനും മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവർ കാണിക്കെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി ഈ മെയ് മാസം ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും. വിശ്വസിക്കുക. ദൈവപ്രവൃത്തി കാണും. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകാര്യങ്ങളിലേക്ക് തരുന്നു. ഒതുങ്ങിപ്പോയ മേഖലയ്ക്കകത്ത്, നിരാശപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിനകത്ത് നിന്ന് കർത്താവ് ഇവരെ എഴുന്നേൽപ്പിക്കണം. മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിൽ, ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറയത്തക്ക രീതിയിൽ ആരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടാത്ത ഒരു ദൈവപ്രവൃത്തി ഇവര് ഒതുക്കിയ വിഷയത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഇവര് കിടത്തിക്കളഞ്ഞ വിഷയത്തിനകത്തുനിന്ന് ഇവര് എഴുന്നേൽക്കട്ടെ. ഇവര് പുറത്തു വരട്ടെ. ഇവരുടെ പ്രവൃത്തി, ഇവരുടെ ജീവിതത്തിൽ വിടുതൽ കണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി ഈ മെയ് മാസത്തെ എന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. എല്ലാവരും കാണെ പുറപ്പെടത്തക്ക രീതിയിൽ ഇവരെ കർത്താവേ ഒതുക്കിയ വിഷയത്തിനകത്തുനിന്ന് ഇവരെ എഴുന്നേൽക്കട്ടെ. ഇവരെ നിരാശപ്പെടുത്തിയ, ഇവരെ നിന്നയിലേക്ക് ഏൽപ്പിച്ചു വിട്ട ആ വിഷയത്തിനകത്ത് നിന്ന് എല്ലാവരും കാണെ ഒരു വിടുതൽ, എല്ലാവരും കാണെ ഒരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് ചെയ്യുമാറാക്കണമേ. അതിനായി ഇവർക്ക് വേണ്ടി ദൈവം ചിലരെ ഒരുക്കിയിരിക്കുന്നത് ഇവരുടെ കൂടാരത്തിനകത്തേക്ക് എത്തുന്ന പകൽക്കാലമായി തീരട്ടെ. യേശുവിന്റെ നാമത്തെ നിരാശകൾ മാറട്ടെ. ഇതിനകത്ത് ഞാൻ ഒതുങ്ങിപ്പോയല്ലോ എന്ന ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവിന്റെ കരം ചലിക്കണം, ഒരു അത്ഭുതമാക്കി നിർത്തണം. കർത്താവ് ഈ മെയ് മാസത്ത് കർത്താവെ ഒരു അപൂർവ കാര്യം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തത്തക്ക രീതിയിൽ യേശുവിന്റെ നാമത്തിൽ നിസ്സഹായതയുടെ നടുവിൽ കർത്താവ് ഇവർക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യുന്ന സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.